ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വർഷത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കോയിൻ സൈസ് അഥവാ തംബ്നെയിൽ സൈസുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് എങ്ങനെ അതിനെ റേസ് ചെയ്തെടുക്കാമെന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കോയിൻ സൈസിനെ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 20 പീസ് 30 പീസ് എടുക്കണമായിരിക്കും നമ്മൾ എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാനിതിന് മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് കമ്മ്യൂണിറ്റി ഫിഷാണ്. അത് അങ്ങനെ അധികം വീഡിയോസിലൊന്നും അങ്ങനെ പറയണില്ല. ഇത്ര എണ്ണത്തിനെ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയണത്. പക്ഷേ ഡിസ്കസ് ഒരു കമ്മ്യൂണിറ്റി ഫിഷാണ്. അവർ മാക്സിമം നല്ല രീതിക്ക് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് എണ്ണത്തിൽ ഒരുമിച്ചിടുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മിനിമം ഒരു 20 പീസെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക, മിനിമം കോയിൻ സൈസ് എടുക്കുന്നവർ. കാരണം 10 പീസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ കൊണ്ടുപോയിട്ട് ആദ്യം എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു ബ്രീഡിംഗ് ടാങ്കിൽ ഇട്ടിട്ട് റേസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 10 പീസിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഒരു ക്യൂബിൻ്റെ ടാങ്കിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ ഇതിപ്പോൾ ഒരു 4 അടി നീളവും 1.5 അടി വീതി 1.5 അടി പൊക്കമുള്ള ഒരു അക്വേറിയമാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 10 പീസിനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 10 എണ്ണം ഒരെണ്ണം ഇവിടെ ആയിട്ടൊക്കെ നിൽക്കാൻ അത്രയും സ്പേസ് ബാക്കിയായിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം പറ്റുന്നത്? ഫിഷിന് പേടി ഓട്ടോമാറ്റിക്കലി തട്ടും. അപ്പോൾ മൊത്തത്തിൽ ഫിഷ് ഷൈ ആവും, ഫീഡിൻ്റെ ഇൻടേക്ക് കുറയും. അപ്പോൾ ഫിഷിൻ്റെ ഗ്രോത്ത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഇതിലൊരു 20-30 പീസിനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിനൊരു പാക്കായിട്ട് മൂവ് ചെയ്യാനും ഫീഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് ഈറ്റ് ചെയ്യാനൊക്കെയുള്ള ചാൻസസ് കൂടും. അപ്പോൾ എപ്പോഴും ഒരു മിനിമം ക്വാണ്ടിറ്റി എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൊറിയർ ത്രൂ പാഴ്സൽ ത്രൂ ആയിട്ട് നമ്മൾ ഫിഷിനെ ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 1.5 അടി പൊക്കമുള്ള അക്വേറിയമാണ്. 1.5 അടിയിൽ ഒരടി ഇത്രയും റേഞ്ചിലൊക്കെ വെള്ളം നിർത്തിയിട്ട് വേണം ഫിഷിനെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നേരെ ഇത്രയും പൊക്കത്തിലേക്ക് അല്ലെങ്കിൽ ചിലവരുടെ 2 feet 2 അത്രയും വലിയ ഹൈറ്റിലേക്ക് ഫിഷിനെ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ഫിഷിന് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. ഈ ട്രാവലും എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫിഷ് ഓൾറെഡി സ്ട്രെസ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ പ്രഷറും കൂടി വെള്ളത്തിൻ്റെ ഇത്രയും ഹൈറ്റ് കൂടുമ്പോൾ പ്രഷറും കൂടി വന്നു കഴിഞ്ഞാൽ ഫിഷ് പെട്ടെന്ന് ഡെത്ത് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് ഫിഷ് സ്ട്രെസ് മാറി അതിൻ്റെ നാച്ചുറൽ ഫോമിലേക്ക് എത്താന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ കുറച്ചുകൊണ്ടുവരിക. ആദ്യമേ തന്നെ ഒരു മാക്സിമം പോയൊരു 1 feet അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട വെള്ളം. അതിനുശേഷം ഡെയിലി ഇതിരിച്ച ടോപ്പപ്പ് ചെയ്ത് വെള്ളം റീഫിൽ ചെയ്താൽ മതി. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോയിൻ സൈസ് എടുക്കുന്ന എല്ലാവരും തന്നെ എൻ്റെ ഒരു ഇതിൽ ആർട്ടീമിയ ബ്രൈൻ ഷ്രിമ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കോയിൻ സൈസ് എന്നൊക്കെ പറയുന്നത് ഒരു മാക്സിമം പോയൊരു 1 month ഒരു 1.5 monthൻ്റെ ഒക്കെ ഏജ് ഉണ്ടാവുള്ളൂ ഫിഷിന്. അപ്പോൾ അത് ആദ്യമേ തന്നെ വരുമ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്ന ബീഫാട്ടിൻ്റെ രുചി ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന ബീഫാട്ടിൻ്റെ ഇത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കണ്ടിന്യൂസ്ലി ബീഫാട്ട് ആയിരിക്കില്ല ഫിഷുകൾ നമ്മളാണെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറിയാൽ ഒരു 1 or 2 ടൈം ബീഫാട്ടും ബാക്കിയത്തെ സമയങ്ങളിൽ ഈ ആർട്ടീമിയ ഹാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങളും ആദ്യത്തെ ദിവസങ്ങളിൽ ഒന്ന് ഫിഷ് നിങ്ങളവിടെ ആയിട്ടൊന്ന് സെറ്റ് ആവുന്നത് വരെ ആർട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ തന്നെ മാക്സിമം മോർട്ടാലിറ്റി കുറഞ്ഞു കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതേപോലെ തന്നെ ആർട്ടീമിയ കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ 40 days ഉണ്ടെന്ന് പറഞ്ഞ ഒരു ഡിസീസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. അതെന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കഷനും വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫിഷ് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ ഫിൻസൊക്കെ ക്ലാമ്പ് ചെയ്ത് ഒരു ഇങ്ങനെ അട്ടിയിട്ട പോലെ എല്ലാം കൂടി ഒരു മൂലയ്ക്ക് പോയിരിക്കുക അങ്ങനെയൊക്കെ കാണിക്കുക അങ്ങനെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനെ റെമഡി ആയിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒരു സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുക. ഒരു 1 or 2 gram ഒരു 1 liter ബോട്ടിലിൽ കലക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് അതിൻ്റെ മറ്റേ പാർട്സ് പെർ മില്യൺ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും അപ്പോൾ ബിഗിനർ എന്നുള്ള രീതിക്ക് കോയിൻ സൈസിന് അല്ലെങ്കിൽ തംബ്നെയിൽ സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ വെച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ അതിൻ്റെ കറക്റ്റ് ഇത്ര ലിറ്ററിന് ഇത്ര എന്നുള്ള രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫിഷിന് നിങ്ങൾ ഒരുപാട് കൊടുത്ത് ഓൾറെഡി ഫിഷ് ഗിൽ ഫ്ലൂക്കാണ് ഈ പറയുന്നത്. ഗിൽ ഫ്ലൂക്കാണ് ഈ 40 days സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഇതിലേക്ക് കോസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അത്രയും നാൾ ഒന്നും ചെയ്യാണ്ട് ഫിഷ് ചിലപ്പോൾ ഓൾറെഡി ഗിൽ ഫ്ലൂക്ക് കൊണ്ട് ഇൻഫെസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നേരെ ഇത്രയും പറയുന്ന പോലെ നല്ല രീതിക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷ് പെട്ടെന്ന് ഡെത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോ ആദ്യം ഒരു ലൈറ്റ് പിങ്ക് എന്നുള്ള രീതിക്ക് ഫിഷിന് ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആൻറ്റിബോഡി ആയിട്ട് നമ്മൾ മറ്റേ ഇതിനൊക്കെ എടുത്തില്ലേ,
അതേപോലെ ഫസ്റ്റ് ആദ്യം ഇത്തിരീച്ച കൊടുത്ത് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നെക്സ്റ്റ് വീക്ക് അങ്ങനെ കൊടുക്കാൻ നോക്കുക മാക്സിമം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ്യം പെർമാനേറ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സേഫ്റ്റിക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കയ്യിൽ കരുതണം. അത് ഏത് ഫിഷിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ കേസ് ഇപ്പോൾ ഓവർഡോസ് ആയിരുന്നായിരിക്കും. അപ്പോൾ തന്നെ ചിലപ്പോൾ ഫിഷുകൾ മുകളിലേക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരുമിച്ച് തിക്കായിട്ടൊക്കെ വന്ന് ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ ഒരു മൂലക്കൊക്കെ വന്ന് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് പൊട്ടാഷ്യം പെർമനേറ്റ് കുറേശ്ശ ഒഴിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ കളർ ഇതാക്കി കളയാൻ നോക്കണം. ഡൈല്യൂട്ട് ആക്കി നോർമൽ വാട്ടറിൻ്റെ കളറിലേക്ക് എത്തിക്കാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ പിങ്ക് കളറിൽ നിൽക്കുമ്പോൾ അത് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും. അതിനുശേഷം കോപ്പറിൻ്റെ ഒക്കെ പോലത്തെ ഒരു കളറിലേക്ക് മാറി. ഈ അക്വറിയത്തിൻ്റെ ഒക്കെ ഒരു നിറം വ്യത്യാസം കണ്ടില്ലേ? ഇതിപ്പോൾ ആൽഗെ പിടിച്ചേക്കണേണ്. അതേപോലത്തെ ഒരു കളറിലേക്ക് ഒരു ലൈറ്റ് ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം പെർമനേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം, കണ്ടിന്യൂസ്ലി ഉണ്ടാവണം. അല്ലാതെ ഒഴിച്ചിട്ടിട്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് വെള്ളം മാറ്റാന്ന് വെച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ടൈം ഉള്ളപ്പോൾ വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരാഴ്ച കൊടുക്കാനേ സമയമില്ല എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിഷ് അവിടെ ജീവനോടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതെപ്പോഴും മാക്സിമം ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ലൈവ് ആർട്ടീമിയ കൊടുക്കുന്ന സമയത്ത് അതിന് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് ഓവർ ഫീഡ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് കണ്ടമാനം ഓവർ ഫീഡ് ചെയ്യാണ്ട് നോക്കാം. എന്ന് പറഞ്ഞാൽ കണ്ടമാനം ഓവർ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോഞ്ച് ഫിൽറ്റർ അത് അതിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അത് ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഫോം ചെയ്യും. അങ്ങനെ അതെല്ലാം ഈ ഗിൽ ഫ്ലൂക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഈ അടിയിൽ ഇങ്ങനെ കോട്ടണി ഗ്രോത്ത് പോലെ ഈ ബെഡ് പോലെയൊക്കെ ആവും. അവസാനം ബെഡ് എന്ന് ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരു ഇതായിട്ടൊരു ലെയർ പോലെയൊക്കെ ഫോം ആവും ഈ ആർട്ടീമിയ ഓവറായിട്ട് ഫീഡ് എടുക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഫിഷിന് ഡിസീസ് പിടിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടൊക്കെ വന്നേക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാഴ്സലായിട്ടൊക്കെ വാങ്ങിച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് അത് 1 or 2 days ഒരു 28 ഇട്ടിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫിഷിൻ്റെ മെറ്റബോളിസം ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മെറ്റബോളിസം കൂടും. അപ്പോൾ ഫിഷ് പെട്ടെന്ന് വിശപ്പ് വരാനും അങ്ങനെ പെട്ടെന്ന് ഫീഡ് ഇൻടേക്കിന് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് ഫിഷ് റിക്കവർ ആവാനുള്ള ചാൻസസ് കൂടുതലും. അപ്പോൾ ഹീറ്റർ ഉണ്ടെന്നുള്ളവർ അത് യൂസ് ചെയ്യണത് വളരെ നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഫസ്റ്റ് 2 ദിവസം ഒന്ന് യൂസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ ഫിഷുകൾ ഫുള്ളി ഫിൻസൊക്കെ വിടർത്തി നിൽക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ ഈ ട്രാവലിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കാൻ സാധ്യത. അപ്പോൾ ഈ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അതിൻ്റെ ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് അതിൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആർട്ടീമിയ കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആർട്ടീമിയ നമ്മൾ കൊടുക്കുമ്പോൾ മാക്സിമം അതിൻ്റെ ഷെല്ലിൽ അതിൽ വരാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഷെല്ല് വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈജഷൻ്റെ പ്രോബ്ലം വന്ന് വയറ് വീർത്ത് ചാവാനുള്ള ചാൻസ്. അപ്പോൾ ഫിഷ് ഇങ്ങനെ പെയിലാവും. ഫിഷിൻ്റെ കളറ് ഒരു പിങ്ക് ഷെയ്ഡിലേക്കൊക്കെ മാറിയിട്ട് വയറ് വല്ലാണ്ട് ബ്ലോട്ടായി ഫിൻസൊക്കെ താഴ്ത്തിയിട്ട് ഇങ്ങനെ മുകളിലാക്കിയിട്ട് പൊങ്ങി നടക്കാൻ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പർ ആവാത്തത് കൊണ്ടാണ്. അത് തന്നെ നമ്മുടെ ബീഫാട്ട് കൊടുക്കുമ്പോഴും ആ ഇഷ്യൂ കാണിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീഫാട്ടിൽ അതിൻ്റെ തൊലി എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു പാട പോലെയൊക്കെ ഉണ്ടാവുമല്ലോ ബീഫാട്ടുമ്പോൾ. അത് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാണ്ടാണ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അത് ചില ഫിഷുകൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡൈജഷന് ബുദ്ധിമുട്ട് വന്ന് അങ്ങനെ ഡെത്താനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വലിയ ഇഷ്യൂസ് ആയിട്ട് വന്നതല്ല. എന്നാലും ഞാൻ പറഞ്ഞാണ് ഇപ്പോൾ അതേസമയം ഒരു 10 എണ്ണത്തിനൊക്കെ എടുക്കുന്നവർക്ക് 2 എണ്ണം അങ്ങനെ ഒരു ദിവസം കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കൊരു നഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ബീഫാട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നീറ്റായിട്ടുള്ള പീസുകളും കൊണ്ട് ഒരു ചെറിയൊരു പോർഷൻ ഈ ഫിഷിന് വേണ്ടി മാത്രം ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ഇഷ്യൂ മാക്സിമം കുറഞ്ഞു കിട്ടും. പിന്നെ അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഡീക്യാപ്പ് ചെയ്തിട്ടാണ് ആർട്ടീമിയ കൊടുക്കാറ്. നമ്മുടെ അടുത്തും കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഗപ്പിക്കൊക്കെ കൊടുക്കുന്ന പോലെ ഡീക്യാപ്പ് ചെയ്തിട്ട് ഫിഷിന് കൊടുക്കാമോ. അപ്പം ഞാൻ ഇത് ഇവിടെ ചെയ്തത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വിരിയാണ്ട് തന്നെ ഡീക്യാപ്പ് ചെയ്തതിലുള്ളതില്ലേ അത് കൊടുക്കാതിരിക്കാനാണ് ബെസ്റ്റ്. ഫസ്റ്റത്തെ സ്റ്റേജുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു 1 monthനോടൊക്കെ അടുപ്പിച്ച് ആ ഒരു പ്രായത്തിൽ അത് കൊടുക്കാണ്ടിരിക്കാനാണ് നല്ലത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ വയറ് വീർത്തിട്ടുള്ള ഡെത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ മാക്സിമം വിരിഞ്ഞ ആർട്ടീമിയ തന്നെ കൊടുക്കാൻ നോക്കാം. അപ്പം ഞാനിവിടെ ഫുള്ളി ഡീക്യാപ്പ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഡീക്യാപ്പ് ചെയ്തിട്ട് വിരിയിച്ചിട്ട്, അല്ലാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ ഡീക്യാപ്പ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയല്ല. ഡീക്യാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഹാച്ച് ചെയ്യും. ഹാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
ഞാൻ റെഡ് റിംഗ് ആണ്, വൈറ്റ് സൈഡ് റെഡ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഞാനൊരു വീഡിയോ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യേണ്ടത്, വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമില്ല, വളരെ എളുപ്പമുള്ള പ്രൊസീജിയറാണ്. അത് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വീഡിയോയിലായിട്ട്. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെല്ലില്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേസമയം അതിൻ്റെ അടിയിൽ കുറച്ച് എന്തായാലും ഇപ്പോൾ നമ്മൾ അല്ലാത്ത നോർമൽ പ്രോസസ്സിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വിരിയാണ്ട് വരുമല്ലോ. റെഡ് റിംഗ് ആണെങ്കിൽ പോലും വിരിയാണ്ട് വരാറുണ്ട്. അത് അതിലും കാണും. അതും പക്ഷേ ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലായിരിക്കും അതിരിക്കുന്നത്. അതപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കണ്ടില്ല. ഇപ്പോൾ ഒരു കോയിൻ സൈസ് ഇപ്പോൾ ഒരു അത്യാവശ്യം വളർച്ച എത്തിക്കൊണ്ടിരിക്കുന്ന സൈസാണ്. അങ്ങനത്തെ സൈസുകൾക്ക് അത് കൊടുത്തൊന്നും പറഞ്ഞ് ഇഷ്യൂ വരില്ല. അതേസമയം ഇപ്പം നമ്മൾ പെയറിൻ്റെ ഒപ്പം നിൽക്കണ ചെറിയ ബേബീസിനൊന്നും അങ്ങനത്തെ കൊടുക്കാണ്ടിരിക്കുക. എന്ന് പറയും താഴേക്ക് പോകും. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ താഴേക്ക് പോയി സെറ്റിലാവും. അത് ക്ലീനിങ്ങിനും ഇതിനൊക്കെ ഇഷ്യൂ വരും. അപ്പം ഇങ്ങനെ അത്യാവശ്യം വലിപ്പത്തിയ ഹെൽത്തി ആയിട്ടുള്ള ഫിഷുകൾക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഞാൻ ഡീക്യാപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ റെഡ് റിംഗ് ആണ് യൂസ് ചെയ്യണത്, ഓൾസൈഡ്. അതും ഞാൻ ഈ പ്രൊസീജിയർ തന്നെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് വളരെ എനിക്ക് തോന്നുന്നു നമുക്ക് മാക്സിമം അത് വേസ്റ്റേജ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മറ്റേത് കുറേ വേസ്റ്റേജ് നമ്മളിപ്പോൾ എങ്ങനെ അത് ഇത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അരിപ്പ ത്രൂ റെഡി ആക്കിയെടുക്കാം. അതിനിപ്പോൾ നെറ്റൊക്കെ ഉണ്ടല്ലോ, ആ നെറ്റ് ത്രൂ ചെയ്തിട്ടും കുറേ വേസ്റ്റേജ് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഫിഷുകളുണ്ട്. ഇപ്പോൾ ഇത്ര കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് തന്നെ ഒരു 150 പീസ് കാണും. ഇപ്പുറത്തെ കോളേജിലും കാണും ഒരു 120, 150. അതിൻ്റെ അടിയിലുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോൾ ഇവിടെ ഒരു 500-1000 കുഞ്ഞുങ്ങൾ കിടപ്പുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മറ്റേ രീതിയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടിന്ന് കാര്യമാവും. എന്നാൽ കുറേ വേസ്റ്റേജ് ആവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഡിസ്കസിനെ വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് അയച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇതിനെപ്പറ്റി ഒരു നോളജിൻ്റെ കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫിഷായിട്ടാണ് ഇപ്പോഴും ഒരു നൈറ്റ് മെയർ പോലെ ഫിഷ് ഇപ്പോഴും കിടക്കുന്നത്. നമുക്ക് ഒരു ഓർഡർ വരാണെന്നുണ്ടെങ്കിലും ആൾക്കാർ പറയണത് ആദ്യം ഞാൻ ഇങ്ങനെയാണ് പറയണേ കേൾക്കുന്നത്, ഒരു 5 പീസ് ചെറുതിനാ മതി. 5 പീസ് 2 പീസൊക്കെയാണ് കോയിൻ സൈസ് വയ്ക്കുന്നത്. അപ്പം നമുക്ക് ഞാൻ ഇപ്പോഴും ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എണ്ണം കുറച്ചിട്ട് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ക്ലോസ് ടു ഇമ്പോസിബിൾ ആണ്. അത് വളരില്ല, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എണ്ണം എടുക്കണമായിരിക്കും ഏറ്റവും മോർ ദൻ അറിയർ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ശരിക്കും ഡിസ്കസിൻ്റെ കാര്യത്തിൽ. സർവൈവ് ചെയ്യാനുള്ള ചാൻസ് എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുള്ളൂ, കുറയല്ല. അപ്പോൾ അത് മാക്സിമം അത് ഒരു അവയർനെസ് എല്ലാവരിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വ്യൂ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.